അളേ ഞാനേ ഈ തോക്കണ ടീമിനെ കളിയാക്കണ പരിപാടിയൊക്കെ നിർത്തി. കാരണം അവരെ വിഷമം എനിക്ക് മനസ്സിലാവും. അതല്ലേ നിങ്ങളൊരു കളി തോറ്റിട്ട് ഞാൻ നിങ്ങളെ ഒന്നും പറയാത്ത. അതിന് പറയാൻ നിനക്കൊരു യോഗ്യത ഇല്ലല്ലോ. 3 കളിയിൽ അടുപ്പിച്ച് തോറ്റത്. അളിയ നിങ്ങൾ എത്ര തവണ നമ്മളെ കളിയാക്കിയോ? നോ പ്രോബ്ലം. ഇല്ല അളിയാ, ഞാൻ നിങ്ങളെ ഒരിക്കലും കളിയാക്കൂല. കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. താങ്ക്സ് അളിയാ. നമ്മുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് മനസ്സ് കല്ലായി ഇരിക്കുകയാണ്. 4 സൈഡിൽ നിന്ന് ഊക്ക്. നമ്മളെ ടീമിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോളേഴ്സ് ഇല്ല. എന്നാ നീ നിന്റെ അച്ഛനും കൂടി പോയി അറിയാത്തത്? അളിയാ സോറി അല്ലേ, ഞാൻ കളിയാക്കിയതല്ലേ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒന്ന് അറിയാതെ. സോറി ഞാൻ പിന്നെ തലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കളിക്കണടുത്തൻ്റെ അവസരം കൂടി പോയേനെ. സോറി ഞാൻ ഇനി ആവർത്തിക്കില്ല. അത് എഗെയിൻ സോറി. അല്ലെ ഞാനേ RCBയുടെ കണ്ണിപ്പെടാൻ നടക്കുകയാണ്. അതെന്തായാലും നന്നായി. അവരാണെങ്കിൽ മനുഷ്യപ്പറ്റില്ലാത്തവന്മാരാണ്. ഊക്കി വിടും നിങ്ങളെ. നിങ്ങൾ വിഷമിക്കേണ്ട, എന്തായാലും ഒരു കളി ജയിക്കും. ഒരു കളി ജയിച്ച് കിട്ടിയാൽ പിന്നെ വച്ചടി കയറ്റുമായിരിക്കും. അത് തന്നെ അളിയാ, ചെന്നൈയുടെ ആദ്യത്തെ വിജയത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കണേ. ചിലപ്പോഴേ 7 കളി തോറ്റ് 7 കളി ജയിച്ചിട്ടേ ഫൈനലിൽ കയറാനാണ് പ്ലാനെങ്കിലാ. അതിന് നിങ്ങളുടെ ടീമിന്റെ പേര് മുംബൈ എന്നല്ലല്ലോ, ചെന്നൈ എന്നല്ലേ? അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കണ്ട കേട്ടോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അടുത്ത കളിയിൽ കാണും. എന്തളിയാ? ഒരു കാര്യം തരാൻ മറന്നുപോയി. RCB ഫാൻസ് ഇത് തരാൻ പറഞ്ഞു. എന്തിനളിയാ? പ്രാക്ടീസ് ചെയ്യാനാ? ഇന്നലെ ടിൻഡേ അവിടെ അടിച്ചു കളഞ്ഞ ബോള്. അളിയാ പാടാ, ഇനിയുള്ള എല്ലാ കളിയും തോറ്റ് പണ്ടാരം ഉടങ്ങണേ. ചെന്നൈയുടെ ആദ്യ വിജയം മുംബൈക്കെതിരായിരിക്കണേ. എന്നിട്ട് എൻ്റെ ഒരു തിരിച്ചുവരവുണ്ട്.